ഓക്കെ, അപ്പോൾ ഞാനിത് ലുലുന്ന് വാങ്ങിച്ച തണ്ണിമത്തനാണ്. അപ്പോൾ തണ്ണിമത്തൻ്റെ പേരിൽ ആക്ച്വലി ഞാനും ആശും തമ്മിൽ ചെറിയ ഉടക്ക് നടക്കുക. കാരണം കഴിഞ്ഞ പ്രാവശ്യം ലുലു പോയപ്പോൾ ഞാൻ ആശിനോടൊരു തണ്ണിമത്തൻ എടുക്കാൻ പറഞ്ഞു. ആശ എടുത്ത് വീട്ടിൽ വന്ന് മുറിച്ച് നോക്കിയപ്പോൾ മധുരമില്ല, ഒരു ഇതുമില്ല. തണ്ണിമത്തൻ എടുക്കണേനൊരു റൂൾ സംതിങ് എന്തോ ഉണ്ട് അതിന് നോക്കുന്നതിന്. ഇവിടെ ഇങ്ങനെ ഈ മാർക്ക് ഉണ്ടാവണം, പിന്നെ ഈ തണ്ട് എന്തോ വിട്ടിരിക്കണമെന്നോ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ ഈ തണ്ട് എന്തോ വിട്ടിരിക്കണമെന്നോ എന്തോ ഗ്രീൻ കളറായിരിക്കണം അങ്ങനെ എന്തോ ഉണ്ട്. പക്ഷേ അത് ഭയങ്കര ഫ്ലോപ്പ് ആയതുകൊണ്ട് ഞാൻ ആശയ നല്ലത് പറഞ്ഞു. പിന്നെ അടുത്ത പ്രാവശ്യം പോയപ്പോൾ ഞാനാണ് തണ്ണിമത്തൻ വാങ്ങിച്ചത്. അപ്പോൾ അത് പക്ഷെ നല്ലതായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയി വാങ്ങിച്ചേക്കുവാണ്. ഇതിലെനിക്ക് വലിയ എന്താ പറയുക കോൺഫിഡൻസ് ഇല്ല ഇതിന് മധുരം ഉണ്ടോ ഇല്ലയെന്ന്. ഇതിന് മധുരം ഇല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ആശിനെ പറഞ്ഞതെല്ലാം ആശ തിരിച്ചെന്നെ പറയും. സോ ഫിംഗേഴ്സ് ക്രോസ്ഡ്. ഇവനൊന്ന് വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്യാം. ഇതിൻ്റെ പകുതി നമുക്ക് ഇതിലിട്ടിട്ട് പകുതി കട്ട് ചെയ്ത് വെച്ചിട്ട് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ലെറ്റ്സ്. ഈ കത്തി മതിയാവും തോന്നുന്നു, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ വേറെ കത്തിയുണ്ട്. അതുമല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു കത്തിയും കൂടിയുണ്ട്, കത്തി 3 കത്തീസ്. ഐ തിങ്ക് ദിസ് വിൽ ബി ഇനഫ്. വിൽ സി. വിൽ കീപ് ഇറ്റ് ഹിയർ ഫോർ നൗ. ഓക്കെ, ഇതും കഴുകണം. ഇത് ഞാൻ ഓൾറെഡി കഴുകുക. ഇതൊന്നും കൂടി കഴുകിയേക്കാം. വീഡിയോയുടെ ആംഗിളൊക്കെ കറക്റ്റാണോ? കറക്റ്റായില്ലെങ്കിൽ എന്താ, കറക്റ്റാണെന്ന് പറഞ്ഞാൽ നമുക്ക് അതൊന്ന് കട്ട് ചെയ്യാം. ഈശ്വര, മധുരമുള്ള തണ്ണിമത്തനായിരിക്കണേ. ഓക്കെ, ലെറ്റ്സ് കട്ട്. ക്രിസ്മസിനും ന്യൂ ഇയറിനും കേക്ക് കട്ട് ചെയ്തില്ലെങ്കിൽ എന്താ, നമ്മൾക്ക് തണ്ണിമത്തൻ കട്ട് ചെയ്യാമല്ലോ. ഓക്കെ, ഡോണ്ട് മൈൻഡ് ദ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. എനിക്ക് മ്യൂസിക് ഇട്ട് കഴിഞ്ഞാലേ പണി ചെയ്യാൻ പറ്റൂ. മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ അടുക്കളയിൽ എനിക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഓ അമ്പോ, നല്ല കളറുണ്ട്. കളറുണ്ടെങ്കിലും മധുരമുണ്ടാവണം എന്നില്ല. അങ്ങനെയൊക്കെയാണല്ലോ ഒരു വെപ്പ്. ഓക്കെ, നമുക്ക് കുറച്ച് കഴിച്ചു നോക്കാം. ഓ താങ്ക് യു ദൈവമേ. നല്ല മധുരമുണ്ട്, നല്ല ജ്യൂസി ആയിട്ടുള്ളതാണ്. നല്ല ഗ്ലാസിൻ്റെ കഴിഞ്ഞ് എനിക്ക് കേട്ടാണ്. അയ്യോ, ഇതിപ്പോൾ എല്ലായിടത്തും വീടുമല്ലോ, കുഴപ്പമില്ല. അങ്ങനെ തുറക്കാം. ഇതാണോ ട്രഡീഷണൽ വേ ഓഫ് തണ്ണിമത്തൻ കട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. ബിക്കോസ് ഐ ഫീൽ ദിസ് ഈസ് മോർ സേഫ് ആൻഡ് ഈസി ഫോർ മീ. ഓക്കെ, ഞാൻ അതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിൻ്റെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. ഇതൊക്കെ വേണമെങ്കിൽ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തേക്കാം. എന്തിനാണ് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യണേ? എനിക്ക് തന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാനുള്ളതല്ല. ഇതിങ്ങനെ കട്ട് ചെയ്യും. ഞാൻ ചുമ്മാ പറഞ്ഞല്ലോ കേട്ടോ, നല്ല മധുരമുണ്ട്. ഞാൻ നല്ലോണം പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ കാര്യം സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് ഞാൻ ആദ്യം വേറെ ഒരെണ്ണം എടുത്തു. പക്ഷെ അത് ഇച്ചിരി ചെറുതായിരുന്നു. സോ അത് തികഞ്ഞില്ലെങ്കിലൊന്ന് കരുതി ഞാൻ കുറച്ചുകൂടെ വലുതെടുത്തതാണ്. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യും. കട്ട് ദെൻ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യും. ആൻഡ് ഞാനതിനെ ഇങ്ങനെ എടുത്ത്, അയ്യോ മഞ്ഞില്ലല്ലോ, ഇങ്ങനെ അയ്യോ വരൂ. വീഡിയോ എടുക്കുമ്പോൾ മാത്രം ഇത് വരില്ല, നിങ്ങൾ എപ്പോഴും വരണതാണ്. അയ്യോ കുഴപ്പമില്ല, അതന്നെ വെക്കാം. ചിലവരുടെ ശരിയാവും, ചിലവരുടെ ശരിയാവില്ല. അങ്ങനെ കരുതിയാൽ മതി. ഇതെന്താന്ന് വെച്ചാൽ എടുക്കാനുള്ള എളുപ്പത്തിനാണ് അങ്ങനെ വെക്കുന്നത്. നമ്മളിപ്പോൾ ഫോർക്ക് കൊണ്ടോ ടൂത്ത് പിക്ക് കൊണ്ടോ വല്ലതാണ് എടുക്കുന്നതെങ്കിൽ എളുപ്പമായിരിക്കുമല്ലോ. പിന്നെ ചിലർക്ക് കുരു
ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട് തണ്ണിമത്തൻ്റെ, അത് വായിൽ വരുന്നതേ അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അവർക്ക് സൈഡ് പീസ് എടുക്കാം. ഞാനിത് ആരെയും കൊള്ളിക്കാൻ വേണ്ടി പറയുന്നതൊന്നുമല്ല, ഐ ഡോണ്ട് കെയർ. ബട്ട് ഈ കത്തിയാണ്, 3 സെറ്റിൽ ഈ കത്തിയാണ് ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്ന കത്തി. ആദ്യം മുതൽ ഈ കത്തിയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ കത്തിയുടെ മൂർച്ച ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. സോ എൻ്റെ അഴകൻ വന്നിട്ടില്ല, വീട്ടിൽ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് പുറത്താണ്. സോ ഐ തോട്ട് എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സൊക്കെ എല്ലാം വാങ്ങിക്കും. പിന്നെ നമുക്ക് വിശക്കുമ്പോൾ എടുത്ത് അത് ക്ലീൻ ചെയ്യുക, പിടിക്കുക എന്നുള്ള കാര്യങ്ങളോട് എനിക്ക് മടിയാണ്. വിശക്കുമ്പോൾ നമുക്ക് അപ്പം തന്നെ കിട്ടണം, സ്വിച്ച് ഇട്ട പോലെ കിട്ടണം എന്ന് പറയില്ലേ, അതുപോലെ. അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നത്. യൂഷ്വലി തണ്ണിമത്തൻ ഞാൻ ഒരു സൈഡ് മാത്രമേ ഞാൻ കട്ട് ചെയ്ത് വെക്കുകയുള്ളൂ. നെക്സ്റ്റ് സൈഡ് യൂഷ്വലി ഹൗ ഇറ്റ് ഈസ്, ഞങ്ങൾ ജ്യൂസാക്കും. ജ്യൂസ് എന്ന് പറഞ്ഞാൽ മിക്സിയിൽ അടിച്ചുള്ള ജ്യൂസല്ല, ഇതിങ്ങനെ കൊത്തി സ്പൂണും കൊണ്ടെടുത്ത് ട്രഡീഷണൽ കുമ്മട്ടിങ്ങ ജ്യൂസ് നമുക്ക് റോഡ് സൈഡിലൊക്കെ കിട്ടില്ല, അത്. ഇത് കണ്ടിട്ട് എനിക്കിപ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. നല്ല കളറുണ്ട്, നല്ല ടേസ്റ്റ്, നല്ല മധുരമുണ്ട്. നാച്ചുറൽ ഷുഗർ. തണുത്ത് കഴിഞ്ഞാൽ കുറച്ച് ഇതായിരിക്കും. പക്ഷെ ഇതിൻ്റെ ഈ യൂട്യൂബിൻ്റെ ഇടയിലുള്ള ആഡ്സാണ് എനിക്കിഷ്ടമല്ലാത്തത്. ഞാൻ എൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ വേറൊരു സെക്കൻഡറി ഫോണിലാണ് യൂട്യൂബ് കണക്ട് ചെയ്യുന്നത്. അതിലത് സ്പോട്ടിഫൈ ഒന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഇൻസ്റ്റാൾ ചെയ്തിരുന്നെങ്കിൽ അതിൽ ചെയ്യാമായിരുന്നു. ഓക്കെ, എന്താ നിന്ന് പോയോ? ആ ഫോണ് ചാർജിലൊന്നും അറിയില്ല. ചിലപ്പോൾ കറണ്ട് പോയി കാണാം. ഓക്കെ, ഇത് നമുക്ക് സൈഡിൽ വെക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഫ്രീസറിൽ വെക്കും ഞാൻ ആദ്യം. എന്നിട്ട് പിന്നെ ഞാനെടുത്ത് പുറത്ത് വെക്കും. അങ്ങനെ ഞാൻ ചെയ്യാറ്. ഇതിപ്പോൾ ഞാൻ വീഡിയോ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ കഴിക്കും. ഓക്കെ, ഈ സൈഡിലുള്ളതിന് മധുരം ഉണ്ടോ നോക്കട്ടെ. കൊള്ളാം. ഓക്കെ, അപ്പം നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അങ്ങനത്തെ ഒരു പാത്രം എടുക്കും. അത് എന്നിട്ട് ഇങ്ങനെ അടച്ചു വെക്കും. ഇതേപോലെ ഫ്രിഡ്ജ് വെക്കും. ലൈഫ് ഹാക്സ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.